ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനും അമ്മയും കൂടെ പുഴയിൽ പോകാം കേട്ടോ. അപ്പോൾ പുഴയിൽ പോയിട്ട് അലക്കി കുളിക്കാൻ വിചാരിച്ച് 2-3 ദിവസമായിട്ടോ പൈപ്പിൽ വെള്ളം വന്നിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നും വന്നില്ലെങ്കിൽ നാളെ ബുദ്ധിമുട്ടാവുമല്ലോ, അപ്പോൾ കുറേ അലക്കാനും ആവും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പുഴയിൽ പോകാം, നമുക്ക് പുഴയിൽ പോയാലോ. അപ്പോൾ തുണിയൊക്കെ എടുത്ത് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ മിറ്റൊന്നും അടിച്ചു വാരിയില്ല, കാരണം വേഗം പുഴയിൽ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് അമ്മൂന് ക്ലാസ്സില്ല. അപ്പോൾ അവൾ രാവിലെ വന്നു കഴിഞ്ഞിട്ട് അവൾ മിറ്റമൊക്കെ അടിച്ചോളും. നമ്മുടെ കുഞ്ഞ് കണ്ടോ, കുഞ്ഞ് അവിടെ പതുങ്ങിയിരിക്കുകയാണ്. ആരോ കണ്ടിട്ട് ചാടി ഇപ്പം പിടിക്കും എന്നുള്ള രീതിയിലുള്ള ഇരിക്കുന്നുണ്ട്. ഇത് നോക്കിയാൽ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ചാമ്പങ്ങയിൽ വീണ്ടും നിറച്ച് ചാമ്പങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പഴുത്തിട്ടും പച്ചയായിട്ടൊക്കെ കുറേ ആയിട്ടുണ്ടായിട്ടുണ്ട്. നമ്മളിതൊന്നും നോക്കലില്ല, പറിക്കാനൊന്നും നേരം കിട്ടില്ല. പിന്നെ ഇപ്പോൾ ഉണ്ടാവുന്നതിൽ പുഴു ഉണ്ട് കേട്ടോ. ചില സമയത്ത് നല്ല മധുരവും നല്ലതാണ്. ഇപ്പോൾ അതിനകത്ത് 1-2 ഞാൻ നോക്കിയപ്പോൾ പുഴുണ്ട്. അപ്പോൾ ഞങ്ങൾ പറിച്ചില്ല. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒരു രസമാണ് പറിച്ച് ഉപ്പും മുളകൊക്കെ കൂട്ടി തിന്നാൻ. വീട്ടിലങ്ങനെ ഇരിക്കലില്ലാത്തത് കൊണ്ട് അതിനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ പുഴയിലേക്ക് പോകാം കേട്ടോ. അമ്മൂനെ വിളിച്ചിട്ടുണ്ട്, അമ്മു ഇറങ്ങിയിട്ടില്ല. അവൾ മാറ്റാനുള്ള ഡ്രസ്സ്, കുളിച്ചിട്ട് മാറ്റാനുള്ള ഡ്രസ്സ് എടുക്കുന്ന തിരക്കിലാന്ന് തോന്നുന്നു. ഞാൻ അലക്കാനുള്ളതൊക്കെ എടുത്തപ്പോഴേക്കും അവൾ അത് ഞങ്ങളെ രണ്ടുപേരും മാറ്റാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് പുഴയിലേക്ക് പോയാലോ. ഇതാ ഞങ്ങൾ താഴെ റോട്ടിലെത്തിയിട്ടോ. അപ്പോൾ നമ്മുടെ ആ റോഡ് സൈഡിലുള്ള വീട്ടിലെ ചേച്ചി ഞങ്ങളുടെ മുന്നിൽ ഇറങ്ങി ഓടുന്നത്. ഞങ്ങൾ സ്ഥിരം പോകുന്ന കടവിൽ ഞങ്ങൾ പോകുമ്പോൾ ആരും ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ആ ചേച്ചി അങ്ങോട്ടാണോ എന്നറിയില്ല, ചേച്ചീൻ്റെ പുറകെ ഞങ്ങളും പോകുന്നുണ്ട്. 2 കടവുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ആദ്യം കാണുന്ന കടവിലാണ് പോവൽ. അവിടെ അങ്ങനെ ആരും ഞങ്ങൾ ചെല്ലുമ്പോൾ ഉണ്ടാവലില്ല. ഇന്നിപ്പോൾ ഇനി ഈ ചേച്ചി ആ കടവിലേക്കാണോ എന്നറിയില്ല. പുള്ളിക്കാരി മുന്നിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇത് ഇങ്ങനെ ആ റോഡ് അങ്ങനെ പോയി പാമ്പഴഞ്ഞാമ്പാറ അങ്ങനെ ആ ഭാഗത്തേക്കുള്ള റോഡാട്ടോ. ഈ റോഡ് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇവിടെ നമ്മൾ അധികം ആയില്ലല്ലോ വന്നിട്ട് താമസം, അതുകൊണ്ട് നമുക്ക് ശരിക്കറിയില്ല. ഈ റോഡ് അങ്ങനെ പുന്നക്കലേക്ക് പോകുന്ന ഭാഗത്തേക്ക് എത്തുന്ന റോഡാണെന്ന് തോന്നുന്നു. പിന്നെ അതിന് ഇതിലെ ഇങ്ങനെ ഷൂട്ട് ചെയ്യണം. ഈ വഴി പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ എടുത്ത വീഡിയോയിൽ ഇതിലാണ് എലഞ്ഞിക്കൽ അമ്പലത്തിലേക്ക് നമ്മൾ ഷോട്ട് നടന്നു പോകുന്നത്. അപ്പോൾ ആ പോണ വഴിക്കാണ് പോഴാന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ വഴിക്കാട്ടോ. ഇവിടെ ചെറിയൊരു തോടുണ്ട് നമ്മുടെ ഈ പോകുന്ന വഴിക്ക്. ഈ സൈഡിൽ കൂടെ അങ്ങനെ ഈ തോട് അങ്ങനെ ചെന്നിട്ട് നമ്മുടെ ആ പുഴയിലേക്കാണ് എത്തുന്നത്. നിറച്ച് എന്താ പറയുക മരങ്ങളും ഇതൊക്കെ ആട്ടോ. ഇവിടെ 2 സൈഡിൽ റബ്ബർ തോട്ടാണ്. ഈ മോൾ ഭാഗം മൊത്തം റബ്ബർ തോട്ടാണ്. ഇപ്പറയും റബ്ബറുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ തോടിൻ്റെ സൈഡിൽ കൂടെ നിറച്ച് ഓട നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഓട കണ്ടപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. എനിക്കൊരു ഓട വെട്ടണമായിരുന്നു തോട്ടിയായിട്ട് ഉപയോഗിക്കാൻ. അതുണ്ടെങ്കിൽ നമുക്കൊരു പരിപാടി ഉണ്ടായിരുന്നു, തോട്ടി കിട്ടിയില്ല. ഇനി ഒഴിവുള്ള ദിവസം വേണം വന്നിട്ട് ഒരെണ്ണം വെട്ടാൻ. ഇതിൻ്റെ മുകളിൽ കാണുന്നുണ്ടോ, അവിടെ പന്നി ഫാമാണ്. പന്നീനെ വളർത്തുന്ന അവിടെ നിന്ന് തന്നെ വെട്ടി ഇറച്ചിയാക്കി കൊടുക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അവിടെ പന്നി. ഒരു പ്രാവശ്യം ഞങ്ങൾ പോകുമ്പോൾ കുറേ കുട്ടികളും ഒരു തള്ളയും വന്ന് ഞങ്ങളുടെ മുന്നിൽ ചാടി ഓടി. ഞങ്ങൾ വിചാരിച്ച് കാട്ടുപന്നിയാണ് വിചാരിച്ച് ഞങ്ങൾ പേടിച്ചിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നപ്പോൾ ആ പന്നി ഫാമിൽ നിന്ന് വന്ന പന്നിയായിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ തോട്ടിലേക്ക് എത്തും. തോട്ടിലേക്കല്ല, പുഴയിലേക്ക് എത്തും കേട്ടോ. അധികം അങ്ങനെ കാണുന്ന അത്ര ദൂരമൊന്നുമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് നടക്കാനുണ്ടാവും. എന്നാലും സുഖമാണ്. കുറേ അലക്കാണ്ടെങ്കിൽ നമുക്ക് വേഗം വന്ന് നല്ലോണം അലക്കി കുളിച്ച് പൈപ്പിൽ പിടിച്ച് അലക്കുന്ന സമയം കൊണ്ട് വേഗം അലക്കി കുളിച്ച് പോവാമല്ലോ. ഒരു 1/2-3/4 മണിക്കൂറും കൊണ്ട് അലക്കി കുളിച്ച് പോവാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെയൊക്കെ ഇതാണ്ടോ, ഇതൊക്കെ കുരുമുളക് വള്ളിയും കാപ്പിയും കൊക്കോയും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോ ഇങ്ങനെ പുഴയും ഇതൊക്കെ? നിങ്ങളിങ്ങനെ രാവിലെ പോകലുണ്ടോ? ഇത് പിന്നെ ഒരു നല്ലൊരു വ്യായാമവും കൂടിയാണ്. രാവിലെ നടക്കാനൊന്നും ഇറങ്ങാത്തവർക്ക് രാവിലെ ഇങ്ങനെ ഡെയിലി പോയാൽ നടത്തും ആവും, നമ്മുടെ അലക്കിക്കുളിയും നടക്കും, ഒക്കെ നടക്കും. അങ്ങനെ ഒരിതുണ്ട് കേട്ടോ. ആ ചേച്ചി ആ കടവിലേക്കാട്ടോ പോയേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നല്ല സുഖമായിട്ട് ഒറ്റയ്ക്ക് അലക്കി കുളിച്ച് വരുന്നത്. ഞങ്ങളുടെ ആ പ്രൈവസി അങ്ങോട്ട് പോയി കിട്ടും. അവരൊന്നും അങ്ങനെയായിട്ട് പരിചയമില്ല. നമ്മളവിടെ വന്നിട്ടുണ്ടെങ്കിലും ആരുമായിട്ട് അങ്ങനെ പരിചയമൊന്നും ആയിട്ടില്ല. കാരണം രാവിലെ ഒരു 8 മണി 8:30 ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വൈകുന്നേരം ഒരു 6:30 6:45 ആകുമ്പോഴാണ് തിരിച്ച് കയറി വരിക. അപ്പോൾ ആരെയും കാണലും മിണ്ടലൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തൊട്ടടുത്ത 2-3 വീട്ടിലെ ആൾക്കാരുമായിട്ട് പരിചയമുള്ളൂ. ബാക്കിയുള്ളവരൊന്നുമായിട്ട് അങ്ങനെ പരിചയമില്ല കേട്ടോ. ഇതാണ് പുഴയിലേക്ക് ഇറങ്ങുന്ന വഴിയേ. പക്ഷെ ഇവിടെ കണ്ടോ, എന്തോ വീട് പൊളിച്ചതിൻ്റെ എന്തിൻ്റെയൊക്കെയോ വേസ്റ്റ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. നിറച്ച് പ്ലാസ്റ്റിക്കും അതും അങ്ങനെ വേസ്റ്റ്. അപ്പോൾ നമ്മൾ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ചേച്ചീൻ്റെ മോനും അവരവിടെ ആരോ വിരുന്നുകാർ വന്ന ആളാണെന്ന് തോന്നുന്നു കേട്ടോ. അവരെ കണ്ടു. പിന്നെ അവർ ഞങ്ങൾ വരുന്നുണ്ടപ്പോൾ അവരവിടെ നിന്ന് വേറെ അപ്പുറത്തെ കടവിലേക്ക് പോയേ. അപ്പോൾ ഇതാ പുഴയിലെത്തി. കണ്ടോ ഞങ്ങളുടെ പുഴ.
നല്ല വെള്ളമാണ്, നിറച്ച് പാറക്കെട്ടാണ്. അപ്പോൾ ഒന്ന് അലക്കിയാലോ? വേഗം അലക്കി കുളിച്ച് പോവുകയാണെങ്കിൽ വേഗം. ഇപ്പം ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങട്ടെ കേട്ടോ. വെള്ളത്തിലിറങ്ങണോ ഇറങ്ങണ്ടേ, അതാണ്. നല്ല തണുപ്പാണ് വെള്ളത്തിന്. നിറച്ച് ഈ പാറയിൽ നിന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ട് ഭയങ്കര തണുപ്പാണ്. അങ്ങനെ അധികം നേരം ഇതൊന്നും കാണിച്ച് തന്നുകൊണ്ടിരിക്കാനും നേരമില്ല കേട്ടോ. കാരണം അധികം നേരം ഇത് പിടിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നമുക്ക് സമയം പോകുമല്ലോ. ചേച്ചി നമ്മുടെ മുന്നിൽ വന്ന് ചേച്ചി തൊട്ടപ്പുറത്ത് അലക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സ്ഥിരം വന്ന് അലക്കുന്ന കല്ലിലാണ് ചേച്ചി അലക്കുന്നത്. അപ്പം ഞാനതുകൊണ്ട് ഇപ്പുറത്തേക്ക് മാറി നിന്ന് അലക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ കല്ലിൽ നിന്ന് സോപ്പ് പൊടി ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് തല്ലി അലച്ച് ആ കല്ലിൽ വീണത്. കേട്ടോ, വെള്ളം നോക്കി എന്ത് നല്ല തെളിഞ്ഞ കണ്ണീർക്കുടം വെള്ളമല്ലേ. നിങ്ങൾക്കൊക്കെ ഇത് കണ്ടിട്ട് പുഴയിലേക്ക് വരാൻ തോന്നുന്നുണ്ടോ? കുഞ്ഞു കുഞ്ഞു പൊന്മാനും പിന്നെ എന്താ പറയുക, കുഞ്ഞു കുരുവികൾ, പൊന്മാന്, നീർക്കാക്ക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അത് അപ്പുറം ആ പാറയിൽ വന്നിരിക്കുന്ന മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിറച്ച് കുയിലിൻ്റെ അതിൻ്റെ ഒക്കെ ഒച്ച അങ്ങനെ കേൾക്കാം. നല്ല രസമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നറിയില്ല പുഴയിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ വേഗം സോപ്പ് പൊടിയിൽ മുക്കി ഇനി അലക്കട്ടെ കേട്ടോ. ഞാൻ വേഗം അമ്മ അവിടെ കരയെ കുത്തിരിക്കുകയാണ്. അപ്പം ഞാൻ വേഗം അലക്കി കൊടുക്കുകയാണെങ്കിൽ അവൾ ഒലിമ്പി പിഴിഞ്ഞെടുത്തോളും. എന്നാൽ പിന്നെ വേഗം രണ്ടാക്കും കുളിച്ച് കയറി പോരാലോ. ഇതിലൊന്നും വലിയ ചെളിയൊന്നും ഉണ്ടാവില്ല. രാത്രി കുറച്ച് നേരം ഇടുന്നല്ലേ, അപ്പോൾ അധികം അഴുക്കൊന്നും കാണൂല. വേഗം തല്ലി അലക്കി പോരാ. അത് നിറച്ച് മീനുണ്ട് കേട്ടോ അപ്പോൾ വെള്ളത്തിൽ. പക്ഷെ പിടിക്കാൻ കിട്ടില്ല. നമ്മൾ തുണിയും കൊണ്ട് വരുമ്പോഴേക്കും അത് അതിൻ്റെ പാട്ടിന് പോകും. വെള്ളത്തിൽ കണ്ടോ എന്തൊരു തെളിഞ്ഞ വെള്ളം അല്ലേ. നമ്മുടെ അവിടെയൊക്കെ എങ്ങനെ വെള്ളമുണ്ടോ? നമ്മൾ ആദ്യം താമസിച്ചിടത്ത് ഇങ്ങനെയില്ല കേട്ടോ. പുഴയിൽ അവിടെയും പുഴയുണ്ട്, പക്ഷേ നമുക്ക് 10-100 രൂപയൊക്കെ ഓട്ടോ കൂലി വിളിച്ച് പോകണം. അത്രയ്ക്ക് ദൂരമുണ്ട് പോകാൻ. അപ്പം നമ്മുടെ അലക്കും കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറി പോകാം കേട്ടോ. ഇന്ന് പിന്നെ അമ്മുവാണ് തുണി പിടിച്ചത്. ഞാൻ അവളെ അലക്കാനും കൂടിയില്ല. അപ്പം ഞാൻ മൊത്തം അലക്കി ഒരുമി പിഴിഞ്ഞ് കൊടുത്തപ്പോൾ പറഞ്ഞു തുണി ഞാൻ പിടിച്ചോളാന്ന്. എല്ലാം കൊണ്ട് ആവുന്നില്ല. ഒക്കെ അലക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ശ്വാസം മുട്ടൽ പോലെ ആയിപ്പോയി. അപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം കേട്ടോ. ഇനി വീട്ടിൽ ചെന്ന് ചായ കുടിച്ച് ഞാൻ ഒരുങ്ങുമ്പോഴേക്കും അമ്മു എനിക്ക് ചോറും വെള്ളമൊക്കെ ആക്കിക്കോളും. എന്നാൽ ക്ലാസ് ഇല്ലല്ലോ. അപ്പം ഞാൻ ചെല്ലുന്നതേ വേഗം പോയി ഒരുങ്ങി ചായയും കുടിച്ചിട്ട് കടയിൽ പോകണം. അപ്പോൾ പിന്നെ ബാക്കി പണിയൊക്കെ അമ്മ വീട്ടിൽ കുത്തിരിക്കുന്നത് കൊണ്ട് അവളെടുത്തോളും. അപ്പോൾ ആ കൂട്ടുകാരെ, അപ്പോൾ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് എൻ്റെ ചായയുടെയും കഴിഞ്ഞ് ഒരുങ്ങലും കഴിഞ്ഞ് ഞാൻ കടയിലേക്ക് പോകാം കേട്ടോ. കുറച്ച് നേരം ഒന്ന് വൈകിയിട്ടുണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.